സാറിൻ്റെ നാട് പാലക്കാടാണല്ലേ? അതെ. നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന തോന്നലുകൊണ്ടായിരിക്കും ഇടയ്ക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചത് അല്ലേ? 11/9/2022 സാറ് സ്വന്തം നാടായ പാലക്കാട്ടേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച ഡേറ്റ് ശരിയല്ലേ? അത് ഓർത്തിരിക്കണമെന്നൊന്നുമില്ല. അല്ല, ഈ കേസിൽ ഇതിനുള്ള ബന്ധം എന്ന് വെച്ചാൽ നീനു കൊല്ലപ്പെടുന്നതിന് 1 മാസം മുമ്പ് തികച്ചും യാദൃശ്ചികം. പിന്നെ കിട്ടിയ ട്രാൻസ്ഫർ എന്താ സാറേ പെട്ടെന്ന് വേണ്ടാന്ന് വെച്ചാൽ? അല്ല, ആ സമയപ്പോഴേക്കും പാലക്കാട് ഭയങ്കരമായിട്ട് ചൂട് കൂടി. ഓ, പാലക്കാട് അല്ലെങ്കിൽ ഭയങ്കര ചൂടാ സാറേ. പക്ഷേ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല പാലക്കാട്. റെക്കോർഡ്. ചൂട് കൂടും. ട്രാൻസ്ഫർ ഓർഡറായി വന്നത് ഒക്ടോബർ 5-ാം തീയതി അല്ലേ? അവിടെ നിന്ന് 5 ദിവസം കഴിഞ്ഞ് ഓർഡറായി വന്ന ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തു. അതായത് ഒക്ടോബർ 10. പക്ഷേ ഈ ഡേറ്റിനൊരു പ്രശ്നമുണ്ടല്ലോ സാറേ. നീനു കൊല്ലപ്പെട്ടതും ഇതേ ഡേറ്റിനാ, ഒക്ടോബർ 10. വളരെ ആകർഷകം അല്ലേ? ഒക്ടോബർ 10 നീനു കൊല്ലപ്പെട്ടതിന് മണിക്കൂറുകൾക്കുള്ളിൽ കിട്ടിയ ട്രാൻസ്ഫർ സാർ ക്യാൻസൽ ചെയ്തു. അല്ല സാറേ, ഞാൻ പറയാം. ഒരു നിരപരാധിയായ പെൺകുട്ടി, അവൾ കൊല്ലപ്പെടുകയും അവളുടെ ഘാതകരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരാൻ ഒരു പോലീസ് ഓഫീസറിനുണ്ടായ ആത്മാർത്ഥമായ അർപ്പണബോധം, അതല്ലേ സാറേ? അല്ല സാറേ, ആ സ്റ്റേഷൻ പരിധിയിൽ തുടരുകയും ആ കേസ് ഏറ്റെടുക്കുകയും അത് വളരെ വിജയകരമായി അവസാനിപ്പിച്ച് കോടതിയുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്തു. വളരെ അഭിനന്ദനാർഹമാണ് അല്ലേ? അർപ്പണബോധം, ആത്മാർത്ഥത, സത്യസന്ധത അല്ലേ സാറേ? അല്ലേ സാറേ? അതെ. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ മുന്നേ സബ്മിറ്റ് ചെയ്ത പെൻഡ്രൈവിലെ ഫോൾഡർ 2-ലെ ഒരു വീഡിയോ, അത് ദയവ് ചെയ്ത് കോടതി ഒന്ന് കാണണം. അപ്പോൾ നാട്ടുകാർ കളിയാക്കുന്ന പോലെ സാറൊന്ന് ചെളി ചവിട്ടി വീണതല്ല, അതെടുക്കാനുള്ള ഇടവായിരുന്നല്ലേ പോലീസ്? ഇനി പറ സാറേ, സാറിൻ്റെ കീ ചെയിൻ്റെ എംബ്ലം എങ്ങനെ നീനുവിൻ്റെ വീടിന് മുറ്റത്തെത്തി? ബഹുമാനപ്പെട്ട കോടതി, അതിൻ്റെ നെക്സ്റ്റ് ഫോൾഡറിലുള്ള വീഡിയോ ക്ലിപ്സ് സാറിൻ്റെ വീട്ടിലെ അന്നത്തെ ദിവസത്തെ CCTV ഫുട്ടേജുകളാണ്. ദയവ് ചെയ്ത് അതുകൂടി ഒന്ന് കാണണം. ഇത് സാറ് രാവിലെ തന്നെ 5 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന CCTV വിഷ്വൽസാണ്. അടുത്ത ക്ലിപ്പ് സാറ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ്, കൃത്യം 7 മണിക്ക്, അന്ന് രാവിലെ തന്നെ. ഈ വിഷ്വൽസൊക്കെ സാറ് ബുദ്ധിപൂർവ്വം നശിപ്പിച്ച് കളഞ്ഞതായിരുന്നു. പേപ്പറും തുണിയൊക്കെ കത്തിച്ച് തെളിവ് നശിപ്പിക്കുന്ന പോലെയല്ല ഹാർഡ് ഡിസ്കിലെ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് 2 വട്ടം ഫോർമാറ്റ് ചെയ്യുന്നത്. ടെക്നോളജിയൊക്കെ അവിടെ നിന്ന് ഒരുപാട് വളർന്നു സാറേ. പിന്നെ ATM നിന്ന് പണം എടുക്കുന്നൊരു ക്ലിപ്പുണ്ട് സാർ. അത് തമ്മനം ജംഗ്ഷനിലുള്ള ഒരു ATM ആണ്. ഏകദേശം ഇവിടെ നിന്ന് ഈ പറയുന്ന ഫ്രണ്ട്സ് നഗറിലേക്ക് 1 കിലോമീറ്ററോളം വരും. ആ ഭാഗത്തേക്കാണ് സാറ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നീനു കൊല്ലപ്പെട്ട തലേന്ന് രാത്രിയും പിറ്റേന്ന് വെളുപ്പിനുമായി 4 അക്കൗണ്ടുകളിൽ നിന്ന് ATM വഴി 1 ലക്ഷം രൂപ പിൻവലിച്ചിട്ടുണ്ട്. ഇത് സാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും ഒക്ടോബർ മാസത്തിലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഞാൻ നേരത്തെ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. നീനുവിൻ്റെ മിസ്സിംഗ് ആയ ഫോൺ കണ്ടെടുക്കാൻ പറ്റിയില്ലെന്നാണ് ചാർജ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
പക്ഷേ ഗൂഗിളിലോ വാട്സപ്പിലോ ക്ലൗഡിലോ ഉള്ള ചാറ്റെങ്കിലും ഈസിയായി കണ്ടെടുക്കാമായിരുന്നു. ഒരു മെയിൽ അയക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. സാർ, ആ ലാസ്റ്റ് ഫോൾഡറിലുള്ളത് നീനുവിൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന 3 ഫയലുകളാണ്. അതിൽ ആദ്യത്തെ ഫയൽ ഒരു 1.5 വാട്സപ്പ് ചാറ്റാണ്. വേണ്ട ഇപ്പൊ പ്ലേ ചെയ്യാം. അതിലൊന്നാമത്തെ ഫയൽ പ്ലേ. ഷിബ ഇതെന്തോ ഓല ദിനേശ്. ഓല ദിനേഷ് അല്ല സാറേ, അത് ഊള ദിനേഷ്. അങ്ങനെയാണ് നീനു അത് സേവ് ചെയ്തിട്ടുള്ളത്. ഓ നല്ല കറക്റ്റ് പേര് അവളെ സേവ് ചെയ്തേക്കുന്നത്, ഊള ദിനേശ്. മിണ്ടായിരുന്നു അവിടെ, എല്ലേ കൂട്ടി കയറി നിൽക്കേണ്ടി വരും. രണ്ടു മാസം മുന്നേ നടന്ന ഒരു ഫാഷൻ ഷോയിൽ വെച്ചിട്ടാണ് സാറ് നീനുവിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനിടയ്ക്ക് നീനുവിനെ കാണാൻ സാർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. നീനു അതിൽ നിന്ന് അതിവിദഗ്ധമായി സ്കിപ്പും ചെയ്യുന്നുണ്ട്. പക്ഷെ നീനു കൊല്ലപ്പെടുന്നതിന് കുറച്ച് ദിവസം മുന്നേ നീനു സാറിന് അയച്ചു കൊടുത്ത 2 വീഡിയോ ക്ലിപ്പുകൾ, അതായത് ഈ 2 വീഡിയോ ക്ലിപ്പുകൾ കാണിച്ച് സാറിനെ വൈറലാക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൾസിന് കയ്യും കണക്കും ഇല്ലാതായത്. സാർ ഇത്ര വെറുളി പിടിച്ച് വിളിച്ചത് എന്തിനാണെന്ന് അറിയണമെങ്കിൽ ഈ 2ാമത്തെ ഫയൽ, അതായത് ഇതിലെ വീഡിയോ കോൾ റെക്കോർഡിംഗ്, അത് സ്ത്രീകൾക്ക് കാണാൻ പറ്റാത്ത വല്ലതുണ്ടോ ഇതില്? ചേമ്പറി കണ്ടോളാം ഞാൻ. അങ്ങനെ സ്ത്രീകൾക്ക് മാത്രം കാണാൻ പാടില്ലാത്തതായിട്ട് എന്താണ് സാർ? ഓ റൈറ്റ്. ഓക്കെ ഓക്കെ താങ്ക് യു സർ, താങ്ക് യു സർ. പ്ലേറ്റ് 2ാമത്തെ ഫയൽ. ഇന്നെങ്കിലും ഒന്ന് എടുത്തല്ലോ എൻ്റെ പൊന്നെ. എത്ര നാളായിട്ട് ഞാൻ കാത്തിരിക്കാന്നറിയാം. അതുകൊണ്ടാ എടുത്തേ. ഇനി ഞാൻ കാരണം നാട്ടിലെ ക്രമസമാധാനം നശിക്കണ്ടല്ലോ. തന്നെ കണ്ട അന്ന് മുതൽ എൻ്റെ ക്രമസമാധാനം പോയിക്കൊണ്ടിരിക്കുക. എപ്പം നോക്കിയാലും എനിക്കൊരൊറ്റ വിചാരമുള്ളൂ, താൻ താൻ താൻ. അയ്യോ, അങ്ങനെയായി എന്ത് ചെയ്യും? വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയല്ലേ? എന്ത് ഉത്തരവാദിത്വം? അതിനൊക്കെ ഇവിടെ കീഴുദ്യോഗസ്ഥരില്ലേ? നമ്മൾ ചുമ്മാ അത് ചെയ്യുന്നൊക്കെ അവരോട് പറഞ്ഞ പോരെ. വീട്ടിൽ മീൻ മാച്ചിട്ട് വരുന്നവരെ അവരല്ലേ, നല്ലല്ലേ? സാറിന് നല്ല ഫിറ്റ് ബോഡിയാണല്ലോ. ഡെയിലി വർക്കൗട്ട് ചെയ്യോ? പിന്നെ അതല്ലേ എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ പോലീസ് ക്ലബ്ബിൽ കമ്മീഷണർ വന്നപ്പോൾ ഞാനായിട്ട് പഞ്ച് പിടിക്കാൻ വന്നു, വെള്ളത്തിൻ്റെ പുറത്ത്. കമ്മീഷണർ സാറോ? പിന്നെ ഞങ്ങൾ മച്ച കമ്പനിയല്ലേ. യൂണിഫോം അടിച്ചിട്ട് ഇപ്പോഴും പുള്ളി തന്നെ അല്ല, ഞാൻ പുള്ളിനെ ബാലാന്ന് വിളിക്കാം. ഓ, എന്നിട്ട് പഞ്ച് പിടിച്ചിട്ട് ജയിച്ചോ? പിന്നെ ജയിക്കില്ലേ. അപ്പൊ പുള്ളി ഇപ്പോഴും മറ്റേ കയ്യിൽ മറ്റേ കൈയോട് ചെല്ലുന്ന പൗച്ചില്ലേ, അതിട്ട് നടക്കുക. എയർലൈൻ ഫ്രാക്ചർ. ബെസ്റ്റ് തീരുമാനമായി. അതൊക്കെ പോട്ടെ. നീന ഉറങ്ങുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇടുന്നത്. ഇപ്പോ ഉറങ്ങുമല്ലോ. അപ്പൊ ഉറങ്ങുമ്പോ മാറ്റും ചേച്ചി. എന്നാ ഉറങ്ങിക്കോ. ശരി സർ, ഗുഡ് നൈറ്റ്. അയ്യോ അങ്ങനെ പോവല്ലേ, കുറച്ചു നേരം നമുക്ക് പേഴ്സണൽ ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ? സാറിന് ഭാര്യ കേക്കില്ലേ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്? ആ സൈക്കോ അവിടെ വെട്ടിയെടുത്ത് അടിക്കഷ്ണം പോലെ കിടപ്പുണ്ടോ, വെറുതെ അവളെ പറ്റി സംസാരിക്കില്ല. എന്റെ മൂഡ് സോ സാഡ്. ഇറ്റ്സ് റിയലി സാഡ്. 2 കോടി രൂപ സ്ത്രീധനം കിട്ടിയപ്പോൾ എനിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. അതൊക്കെ പോട്ടെ, നമുക്കിപ്പോഴൊന്ന് കാണാൻ പറ്റുക. ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ? അയ്യോ, ഇപ്പൊ വേണ്ട, നമുക്ക് കാണാം ഒരു ദിവസം. ഇപ്പൊ സാർ എനിക്കൊരു പാട്ട് പാടിത്തരും, അന്ന് പാടിയ പോലെ. പാടാം, പക്ഷേ ഈ ആഴ്ച തന്നെ നമ്മൾ കാണാന്നുള്ളത് എനിക്ക് സമ്മതിച്ചായിരുന്നു.